Hello everyone, welcome back to my channel. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പനീറിന്റെ റെസിപ്പി ആയിട്ടാണ്. പനീർ ഭുർജി മസാല. അതേപോലെ തന്നെ പനീർ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അത് കട്ട് ചെയ്തെടുക്കുമ്പോൾ പൊടിഞ്ഞു പോകുന്നൊക്കെ പറയാൻ കേട്ടിട്ടുണ്ട്. അപ്പം അതിന്റെ ഒരു ടെൻഷനും ഇതിൽ ആവശ്യമില്ല. നമ്മൾ ഇത് പനീർ പൊടിച്ചിട്ടാണ് ഇടുന്നത്. അതേപോലെ തന്നെ ഈ പനീർ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കട്ടിയായിട്ട് വരുന്നെന്നും പറയുന്നുണ്ടായിരുന്നു. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പനീർ വീട്ടിൽ തന്നെ ഞാൻ ഉണ്ടാക്കിയിട്ട് എടുക്കുന്നതാണ് ഈ കറി. അപ്പം ഈ പനീർ ഉണ്ടാക്കിയെടുക്കുന്ന സ്റ്റെപ്സ് ഒക്കെ കറക്റ്റായിട്ടൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പനീർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പം നമുക്ക് ഈ പനീർ ഭുർജി മസാല എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. ആദ്യം നമുക്ക് പനീർ ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ 1/2 ലിറ്റർ നല്ല കട്ടിയുള്ള പാലാണ് എടുത്തിരിക്കുന്നത്. അതൊരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കാം. പാലിപ്പം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഒരു സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കുകയാണ്. വിനീഗർ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂണോളം ലൈം ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മെല്ലനെ ഇളക്കി നമുക്ക് ഈ പാലൊന്ന് പിരിച്ചെടുക്കണം. ഇതിപ്പോൾ നല്ലോണം പിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ നല്ല തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പനീർ പിന്നെയും കുക്കാവില്ല. പിന്നെയും ഈ ചൂടുവെള്ളത്തിൽ കിടന്ന് കുക്കാവുമ്പോഴാണ് പനീർ നല്ല കട്ടിയായി വരുന്നത്. നല്ല സോഫ്റ്റായി വരാനായിട്ട് അപ്പം തന്നെ തണുത്ത വെള്ളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പനീർ കിട്ടും. ഇനി ഇത് ഞാനൊരു അരിപ്പയിലേക്ക് അരിച്ചൊഴിക്കുകയാണ്. ഈ പനീറിൻ്റെ വെള്ളം നമുക്ക് ചപ്പാത്തി കുഴക്കാനൊക്കെ എടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് ഈ വെള്ളം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടി തണുത്ത വെള്ളം ചേർക്കുകയാണ്. എന്നുവെച്ചാൽ ഇതിൻ്റെ വിനീഗറിൻ്റെ ഒരു പുളിയൊക്കെ ഉണ്ടാവും. അതൊക്കെ പോകാനായിട്ടാണ് പിന്നെയും ഞാൻ വെള്ളം ഒഴിച്ച് നല്ലോണം കഴുകിയെടുക്കുന്നത്. ഇപ്പോൾ വെള്ളമൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം ഒരു 5-10 മിനിറ്റ് ഇങ്ങനെ വെക്കണം. അതിന് മുന്നായിട്ട് ഞാൻ ഈ പനീർ ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. നമ്മൾ ഈ ഭുർജി മസാലയാണ് ഉണ്ടാക്കുന്നത്. അപ്പം പനീർ കട്ടിയായിട്ടല്ല വേണ്ട, ഈ പൊടിയായിട്ടാണ് വേണ്ടത്. അപ്പോൾ കൈ വെച്ചൊന്ന് പൊടിച്ചിട്ട് ഒരു 10 മിനിറ്റോളം നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് മസാല റെഡിയാക്കാം. അതിനായിട്ട് ഒരു പാന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. അതേപോലെ തന്നെ 1 ടീസ്പൂൺ ഓയിൽ. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കുകയാണ്. അതിലേക്ക് 3 പച്ചമുളക്, അതേപോലെ തന്നെ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അതിലേക്ക് ഒരു വലിയ സവാളയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി സവാളയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാള നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയാണ്. അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൊടി. ഇനി ഇതെല്ലാം കൂടി നല്ലോണം സവാളയായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ പൊടികളുടെ ഒക്കെ പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കാം. പൊടികൾ ചേർക്കുമ്പോൾ ഗരം മസാല ചേർക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. 1/2 ടീസ്പൂൺ ഗരം മസാല, അതേപോലെ തന്നെ 1 ടീസ്പൂൺ കസൂരി മേത്തി. അതും കൂടി ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 തക്കാളി ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് പകുതി ക്യാപ്സിക്കം കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് വലിയ ക്യാപ്സിക്കം ആയത് കാരണമാണ് ഞാൻ പകുതി എടുത്തിരിക്കുന്നത്. ചെറുതാണെങ്കിൽ ഒരെണ്ണം ഫുള്ളായിട്ട് എടുക്കാം. ഇനി എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അഞ്ച് മിനിറ്റായി ഇപ്പോൾ കുക്കാവുന്നു. അത് തുറന്നു നോക്കാം. ഇതിലിപ്പം തക്കാളിയും സവാളയും ഒക്കെ നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിരിക്കുന്ന പനീർ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നല്ല റിച്ച് ഗ്രേവിക്കായിട്ട് ഞാൻ 1 ടേബിൾ സ്പൂണോളം നല്ല ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനത് വീട്ടിൽ തന്നെ ആക്കിയ ക്രീമാണ്. ഇതില്ലെങ്കിലും കുഴപ്പമില്ല, ഓപ്ഷണലാണ്. ഇത് കൂടി ഉണ്ടാകുമ്പോൾ നല്ലൊരു ഫ്ലേവറും നല്ല ടേസ്റ്റും ഉണ്ടാവും. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ്.
പനീർ ഭുർജി മസാല ഇപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ്. ഇതും ഓപ്ഷണലാണ്, പക്ഷേ ഇതും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള പനീർ ഭുർജി മസാല റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതേപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ഇനേബിൾ ചെയ്യണം. അപ്പോൾ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ ഫ്യൂച്ചറിൽ നോട്ടിഫിക്കേഷൻസ് വരത്തുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ടും കാണാം. അതുവരേക്കും ബൈ.